രോഹിത്തെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ധന്യ. രോഹിത്തെ, ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഈ സഹാക്കന്മാരുടെ തല്ലുകൂട്ടം കടിപിടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പറയുന്നത് പെണ്ണുപിടിയനാ പുതിയ ലോക്കൽ സെക്രട്ടറി, അയാൾ പീഡിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ ചാനലിന് തരാം, അയാൾ ആൾ ശരിയല്ല. CPM സമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചിട്ട് പാർട്ടി അംഗങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ കുലശേഖരം എന്ന സ്ഥലത്ത് കുലശേഖരപുരത്ത് ആളിക്കത്തിയത് ഒരു വിഭാഗീയത തന്നെയാണ്. അതായത് പല നേതാക്കന്മാരുടെയും തനിനിറം പുറത്തു വരുന്ന ഒരു കാഴ്ച. അതായത് ഇനി പഴയതുപോലെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ പ്രതികരിക്കും എന്നത് തന്നെയാണോ പാർട്ടി സഖാക്കൾ തുറന്നു കാട്ടുന്നത്? നോക്കൂ, സംഭവവികാസങ്ങൾ നടക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം, ഞാൻ എപ്പോഴും പറയും, കണ്ണൂരല്ല യഥാർത്ഥ ഇടതുപക്ഷ മണ്ണ്, അത് കൊല്ലമാണെന്ന് ഞാൻ എപ്പോഴും പറയും. കർഷക തൊഴിലാളികളുടെ, കശുവണ്ടി തൊഴിലാളികളുടെ, കയർ തൊഴിലാളികളുടെ ഒക്കെ ഒരു വലിയ ഭൂമിയാണ്. കൃഷി തൊഴിലാളികളുടെയൊക്കെ വലിയ മണ്ണാണ് കൊല്ലം. വിപ്ലവ വീര്യം വീറുന്ന കൊല്ലത്തിൻ്റെ മണ്ണിൽ CPM എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതചര്യയാണ്, ജീവിതത്തോട് ചേർന്നതാണ്, രക്തത്തോടൊപ്പം ചേർന്നതാണ്. കൊല്ലത്തിൻ്റെ മണ്ണിൽ ഇലക്ഷൻ നടക്കുമ്പോഴൊക്കെ ഞാനിത് പറയാറുള്ള കാര്യമാണ്. നോക്കൂ, ഇത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള 10 ലോക്കൽ കമ്മിറ്റികൾ. ഈ 10 ലോക്കൽ കമ്മിറ്റികളിൽ 7 സമ്മേളനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ. കുലശേഖരപുരം മാത്രമല്ല, തൊടിയൂർ ലോക്കൽ സമ്മേളനത്തിനുണ്ടായ കോലാഹലങ്ങളുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, തമ്മിൽ തല്ല് പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ CPMന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ വേണമെങ്കിൽ ഇലക്ഷൻ ആകാം. അതായത് ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോൾ പാനൽ അവതരിപ്പിച്ച് ഇലക്ഷൻ വേണമെങ്കിൽ ആകാം. അതിലൊരു ഔദ്യോഗിക പാനൽ ഉണ്ടാകാം, ഒപ്പം മത്സരിക്കുവാൻ താല്പര്യമുള്ള മറ്റൊരു പാനൽ ഉണ്ടാകാം. പക്ഷേ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം യാതൊരു വിധത്തിലും ഈ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇവരുടെ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കൂറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ. അതിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ, ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ, ഭരണസമിതിയെ തിരഞ്ഞെടുക്കുവാൻ CPMന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. നോക്കൂ, തലമുറ മാറ്റം ഉണ്ടായിരിക്കുന്നു. പുതിയ തലമുറ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അതിലും അപ്പുറത്തേക്ക് ഇപ്പോൾ കുലശേഖരപുരത്ത് നടന്ന സംഭവം, കുലശേഖരപുരത്ത് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പെണ്ണുപിടിയനെയാണ് എന്നാണ് വനിതാ സഖാക്കന്മാർ അടക്കം അവിടെ ആരോപിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ തലമുതിർന്ന സംസ്ഥാന നേതാക്കന്മാരായ സോമപ്രസാദ്, XMP സോമപ്രസാദിനെയും രാജഗോപാൽ സഖാവിനെയുമാണ് അവിടെ നിയോഗിച്ചത്. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസ് പോലെയൊന്നുമല്ല, നേതാക്കന്മാരോട് ഭയഭക്തി ബഹുമാനത്തോടെ, എല്ലാവിധ ബഹുമാനത്തോടെ, അച്ചടക്കത്തോടെ പെരുമാറുന്ന പാർട്ടി അണികളുള്ള പ്രസ്ഥാനമാണ് CPM. പാർട്ടി പറഞ്ഞാൽ കേൾക്കുന്ന പ്രസ്ഥാനമാണ് CPM എന്നാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേതാക്കന്മാരുടെ ഒരു കടന്നുകയറ്റമുണ്ട്. അവിടേക്ക് എത്തുന്ന ഈ സഖാക്കന്മാരെ അകത്തിട്ട് പൂട്ടി, പാർട്ടി പ്രതിനിധികളെ അകത്തിട്ട് പൂട്ടി, ഗേറ്റ് പുറത്തു നിന്ന് പൂട്ടി, റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങളുടെ നേരെ ആക്രോശിച്ച് ചാടി ഒരു കൂട്ടം ആളുകൾ മാധ്യമങ്ങൾക്കൊപ്പം നിന്നു. ഈ വിവരങ്ങൾ പുറത്തു വരണം എന്ന് പറയുകയാണ്. അവിടെ വന്ന വനിതാ സഖാക്കന്മാർ പറയുന്നു, ഞങ്ങളുടെ രക്തമാണ് സാറേ പാർട്ടി, ഞങ്ങളുടെ രക്തമാണ് പാർട്ടി, ഞങ്ങൾ ഈ പാർട്ടി വിട്ടുപോകില്ല, നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കാം. പാർട്ടിയുടെ നേതാക്കന്മാർക്ക് താല്പര്യമുള്ളവരെ, പെണ്ണുപിടിയന്മാരെ, ബാർ മുതലാളിമാരെ, കുബേര കേസിൽ ഉൾപ്പെട്ടവരെയൊക്കെയാണ് പാർട്ടിയുടെ ഈ പറയപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. കുലശേഖരപുരത്ത് മാത്രം കാര്യമാണ് മൊത്തത്തിൽ നടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞത്. കുലശേഖരപുരത്ത് സംഭവിച്ചത്, പെണ്ണ് കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കുന്നു. സഖാക്കന്മാർ പ്രതിഷേധം അറിയിച്ചപ്പോൾ നേതാക്കന്മാർ പറയുന്നു അയാളാണ് ശരിയെന്ന്, ശരിയെന്ന് നേതാക്കന്മാർ പറയുന്നു. ആ നേതാക്കന്മാരെ പൂട്ടിയിട്ട പാർട്ടി സഖാക്കന്മാരെ ആർജവത്തോടെ നമുക്ക് വിളിക്കാം സഖാവ്. ഇതാണ് കമ്മ്യൂണിസം. മുതലാളിത്തം കാണിക്കുന്നവൻ ഏതവനായാലും, ഈ പാർട്ടി അണികളെല്ലാം പാർട്ടി അടിമകളാക്കി കാണുന്നവന്മാർ ഏതവന്മാരായാലും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പൂട്ടിയിട്ടിട്ട് കിടക്കട അവിടെ എന്ന് പറഞ്ഞാൽ, നീ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് കാറെടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ, മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങളെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, അതൊക്കെ മാറ്റിവെക്കൂ. അങ്ങനെ ശബ്ദമുയർത്താൻ പാർട്ടി നേതാക്കന്മാർക്കെതിരെ കൊല്ലത്ത് നിന്ന്, കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരോ പാർട്ടി സഖാക്കന്മാരോ വന്നെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു നല്ല കാലം വരാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷ വെക്കാം. ഒരു മൂന്നാം പിണറായി സർക്കാരിനെ, അല്ലെങ്കിൽ മൂന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജനങ്ങൾ, അല്ലെങ്കിൽ സഖാക്കൾ മനസ്സിലാക്കി തുടങ്ങി, പാർട്ടി രക്ഷപ്പെടാത്ത
കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പൊങ്ങി വരാൻ സാധ്യത. കൊല്ലത്ത് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സംഭവവികാസങ്ങൾ കോൺഗ്രസിലെ തമ്മിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, BJP-യിലെ തമ്മിൽ പോലും കണ്ടിട്ടുണ്ട്, CPM-ൽ എന്ത് തമ്മിൽ പോരുണ്ടെങ്കിലും ഇത് പുറത്ത് വരാറില്ലായിരുന്നു. പുറത്ത് അത് പാർട്ടിക്കുള്ളിൽ അവർ ചർച്ച ചെയ്യുമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സഖാവ് മാധ്യമങ്ങൾ ഇത് CPM ആണ് മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞോടെ തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിലുള്ള സംസ്കാരം നമുക്ക് പ്രതീക്ഷിക്കാം, അതുകൊണ്ട് മാറ്റി വെച്ചത് ഇവന്മാരുടെ സംസ്കാരം, ചില ആളുകളുടെ സംസ്കാരം, ഇവരാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത്, ആശയത്തെ നശിപ്പിക്കുന്നത്. നോക്കൂ, തൊടിയൂർ എന്താ സംഭവിച്ചത്? ബാറ് മുതലാളിയെയും കുബേര കേസിൽ അകപ്പെട്ടവരെയും കൊണ്ടുവന്ന് CPM-ന്റെ LC മെമ്പർമാരാക്കി. ചോദ്യം ചെയ്തവരോട് ഇവർക്കെതിരെ പാനൽ അവതരിപ്പിച്ച പാർട്ടി പറഞ്ഞത് പാനൽ അവതരിപ്പിക്കാൻ മത്സരിക്കാൻ തയ്യാറായി എഴുന്നേറ്റ് വരുന്നവന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് തിട്ടൂര് പറക്കി അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി. ആ അതേ ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ പറയപ്പെടുന്ന കുലശേഖരപുരവും വരുന്നത്. കൊല്ലത്തി ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിട്ട് കാണണം തന്നെ. അവിടെ ഈ വയോധികനായ രാജഗോപാൽ സഖാവിനെ പൂട്ടിയിട്ടതിനോടോ ഈ പറയപ്പെടുന്ന സോമപ്രസാദ് സഖാവിനെ പൂട്ടിയിട്ടതിനോടോ ഒന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് അവരുടെ വന്നത്. ഈ പ്രശ്നങ്ങൾ വാർത്തയായതിനെ തുടർന്ന് മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഉണ്ടായ മാധ്യമങ്ങളുടെ പേര് കേട്ടാലാണ് നമുക്ക് ചിരി വരുന്നത്. റിപ്പോർട്ടർ TV-യും 24 ന്യൂസുമാണ്. അരുൺ രാജിനോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട്, എന്നാൽ പോലും ഞാൻ പറയാണ്, അവരുടെ ചാനൽ തലപ്പത്തിരിക്കുന്നവർ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. കാലാകാലങ്ങളായി ഇവർ എന്ത് കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് അനുഭവിക്കേണ്ടി വരുന്നത് പാവർ റിപ്പോർട്ടർമാരാണ്. മാധ്യമപ്രവർത്തകരുടെ മൈക്കിൽ കയറി പിടിച്ചതിനോ ക്യാമറ തള്ളിയതിനോ റിപ്പോർട്ടറെ പിടിച്ചുള്ളതിനോ ഞാൻ ന്യായീകരിക്കില്ല. അവന്റെ അവകാശമാണ്. ഇവൻ പാർട്ടി സമ്മേളന വേദിയെ കയറി ചെന്നിട്ടല്ല വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവിടെ പൊതു ഇടത്തിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം. ആരോ കോൺഗ്രസോ BJP അല്ലല്ലോ ഇത് ചെയ്തത്, സുരേഷ് ഗോപി ആണെങ്കിൽ ചെയ്തേ. നോക്കൂ, ഈ പാർട്ടി ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കണം. ന്യായീകരിച്ച് അങ്ങ് മെഴുകുമ്പോൾ, കാല് നക്കി കുടിക്കുമ്പോൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന പാവപ്പെട്ട റിപ്പോർട്ടർമാരും ക്യാമറമാരും ഉണ്ട്. അവരാണ് ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. നേരിട്ട് മുഖാമുഖം കാണുന്നത്. രാവിലെ ശ്രീകണ്ഠൻ നായർ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പറയുന്നത് കേട്ടു, കത്തിയെടുത്ത് കുത്താതിരുന്നത് ഭാഗ്യം. സത്യമാണ്. ഞാൻ ആ വാർത്ത കാണുമ്പോൾ, ലൈവ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവന്മാരെ വടിവാളിന് വെട്ടുമല്ലോ എന്ന് വിചാരിച്ചു പോയി. അത് വിടും, ആ വിഷയം മാറ്റി വെക്കൂ. അവിടെ ഒരു വനിതാ സഖാവ് പറയാണ്, രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ആളാണ് സാറേ ഞാൻ, അന്നെയാണ് സഖാക്കന്മാർ, നീയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത്. അവര് CITU-ന്റെയോ മഹിളാ പ്രസ്ഥാനത്തിന്റെയോ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്നവരാ. അവരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. ചോദ്യം ചെയ്തപ്പോൾ നീയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. 3 തവണ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ സ്ത്രീ പീഡനത്തിന് പെണ്ണുപിടിയനാണെന്നുള്ള ഒരു തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കാണാൻ തയ്യാറായില്ല. എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങൾ? പാർട്ടി സഖാക്കന്മാർ പാർട്ടി ആർക്കൊപ്പം നിൽക്കണ്ടേ? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങളുടെ അടിത്തറ? ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ചോദിക്കാം. ഇതുപോലൊരു വലിയ പെണ്ണ് കേസ് ആരോപണം വന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഭരണചക്രം തിരിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിലെ പോലീസിനെ അടിയന്തരമായ യോഗം വിളിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. അപ്പൊ മോളിലെ തട്ടിൽ നിന്ന് തന്നെ ഇതിന്റെ അഴിച്ചുപണി തുടങ്ങി. മോളിൽ തട്ടിൽ പോയി പ്രതിഷേധം അറിയിക്കാൻ ഈ പാവപ്പെട്ട സഖാക്കന്മാരെ കൊണ്ട് ത്രാണിയില്ല. 21 വർഷം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചൊരു സഖാവിന്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. പാർട്ടിയിൽ നിന്ന് പുറത്താക്ക്, എങ്കിലും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി തുടരും, വേറൊരു പാർട്ടിയിലേക്ക് പോകില്ല. സന്ദീപ് വാര്യരോ സരിനോ ഒന്നും അല്ല അവർ പാർട്ടിയെ അടിയുറച്ച് വിശ്വസിച്ചവരാ. ഒരു സഖാവ് പറയാ, ഇവിടെ കോൺഗ്രസും BJP-യും വലിയ രീതിയിൽ വളരാൻ പോവുക, സങ്കടമുണ്ട് സാറുമാരെ എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയുക. നമുക്ക് കരുനാഗപ്പള്ളിയുടെ ഒരു ചരിത്രം. കരുനാഗപ്പള്ളി വലിയ കമ്മ്യൂണിസ്റ്റ് മണ്ണാണ്. CR മഹേഷ് വരുന്നത് വരെ. CR മഹേഷ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവനേതാവ് അവിടെ ജയിച്ചു കയറിയതിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ജനസേവനപ്രദമായ ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ട് ഈ സഖാക്കന്മാർ കണ്ടുകൊണ്ടിരിക്കുക. ഈ പാർട്ടി അണികൾ അവർക്ക് സങ്കടം ഉണ്ടാവും. മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നൊരു നേതാവ് ഇത്തരത്തിൽ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരും. എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരാൾ വളർന്നു വരുന്നില്ലല്ലോ, എൻ്റെ പ്രസ്ഥാനം ഇതുപോലെ ആകുന്നില്ലല്ലോ. ആ പ്രസ്ഥാനത്തെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവരെ അടിച്ചമർത്തുന്ന ഭൂമിയായി ഈ പറയപ്പെടുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ കൊല്ലത്ത് മാറിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ പറയാം, എൻ്റെ നാട്ടിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി സമ്മേളനം വരെ കഴിഞ്ഞു. അത് ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു വലിയ KPCC മെമ്പറെ കൊണ്ടുവന്ന് ഏരിയ കമ്മിറ്റി മെമ്പറാക്കി കഥ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളല്ല ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ. എനിക്ക് ചിരി വന്നൊരു സംഭവം എന്താണെന്നറിയോ? ആ നാട്ടിലെ ഒരു വലിയ തട്ടിപ്പ് കേസിലെ ഒരു പ്രതി, കേസ് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയുടെ ഭാര്യ, അവരും ആ കേസിലെ പ്രതിയാണ്. ആ നാട്ടിലെ ഭൂമി മുഴുവൻ ഗുജറാത്തിലെ ഒരു മാർവാടി കമ്പനിക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ ഒരാൾ, അവരെ CPM-ന്റെ ഈ പറയപ്പെടുന്ന LC-യിലേക്ക് എടുത്തു വെച്ചിരിക്കുക. അവരാണ് പോലും സഖാവ്. ഒരാളുടെ പോസ്റ്റാ, അവരാണ് യഥാർത്ഥ സഖാവെന്ന്. പാവങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവരാണ് സഖാവെന്ന്. വലിയ ചിട്ടി തട്ടിപ്പിലൂടെ വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി കോടികൾ പിരിച്ച
ഈ അടുത്ത് വന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തകർച്ചയിൽ പേര് കേട്ട ഒരാളുടെ ഭാര്യ, അവർക്ക് ഒരു ഫാം ഉണ്ട്, അവിടെ അടിമകളെ പോലെ കുറെ പണിക്കാരെ വെച്ച് പണിയെടുപ്പിച്ചിട്ട് പാൽ വിൽക്കുന്നുണ്ട്. ഇതാണ് അവർ പറയുന്ന കർഷക. ഇത്തരത്തിലേക്ക് പാർട്ടി മറ്റൊരു തൊട്ടപ്പുറത്തെ മറ്റൊരു LC-യിൽ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ഒരു പാർട്ടി മെമ്പർ, അപ്പൊ എനിക്കൊരാളൊരു സാധനം വെച്ചിട്ട് വാർത്ത ചെയ്യുമെന്ന് ചോദിച്ചു. എന്റെ നാടല്ലേ എന്ന് ചോദിച്ചാൽ വിട്ടുകളഞ്ഞൊരു സാധനമാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എൻ്റെ 45ഓളം പെൺകുട്ടികളുടെ ഫോട്ടോകൾക്കടിയിൽ യു ആർ സോ സെക്സി, യു ആർ ബ്യൂട്ടിഫുൾ, ഐ വാണ്ട് ടു മാരി യു, ഐ വാണ്ട് ടു കിസ് യു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട ഒരുത്തൻ സഖാവ്, അവൻ അവിടുത്തെ LC മെമ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. പാർട്ടി അവന് താൽക്കാലിക ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇവൻ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഒരു വലിയ കഥ തന്നെ ഇവരെ കുറിച്ചൊരു പാർട്ടി സഖാവ് എനിക്ക് അയച്ചു തന്നു. ഇവനെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന LC-യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാടല്ലേ, പറയണ്ടെന്ന് വിചാരിച്ച, പക്ഷേ ഇത് കൊല്ലത്താണ്, ഇതും കൊല്ലത്താണല്ലോ. അപ്പോൾ സാധാരണക്കാരുടെ പാർട്ടിയിൽ ഒരു വിലയുമില്ല. കർഷക തൊഴിലാളിക്ക് വിലയില്ല, കശുവണ്ടി തൊഴിലാളിക്ക് വിലയില്ല, കയർ തൊഴിലാളിക്ക് വിലയില്ല, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വിലയില്ല, ആർക്കും വിലയില്ല. വില ആർക്കാ? പണമുണ്ടോ? എന്താ പാർട്ടി സംവിധാനങ്ങൾ ചലിക്കണമെങ്കിൽ പണം വേണം. ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാൻ നല്ല സഖാക്കന്മാരുണ്ട് കൊല്ലത്ത്, ഒരുപാട് നല്ല സഖാക്കന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. വ്യക്തിപരമായ അടുപ്പമുള്ള, വ്യക്തിപരമായ ബന്ധമുള്ള, പുറത്തുനിന്ന് നമ്മൾ നോക്കിക്കാണുന്ന, ആരാധനയോടെ കാണുന്ന, ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കുന്ന സഖാക്കന്മാരുള്ള മണ്ണാകൊല്ലം. അവിടെയാണ് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ. ആർക്ക് വേണ്ടിയാണ് ഇവർ പ്രസ്ഥാനം വളർത്തുന്നത്? സ്വന്തം കീശ വീർപ്പിക്കാനോ? പാർട്ടി സഖാക്കന്മാരെല്ലാം അസ്വസ്ഥരാ. ഞാൻ ഈ പറഞ്ഞ ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രതിയെ LC മെമ്പറാക്കി വെച്ചിരിക്കുന്ന ആ LC-യിൽ പലരും പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? സംവിധാനമായി പോയി നമുക്ക് പുറത്ത് തുറന്നു പറയാൻ വയ്യ, പിടിച്ചു നിൽക്കണ്ടേ? അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി പോയി പ്രവർത്തിക്കാൻ അവരുടെ മനസ്സനുവദിക്കില്ല. അതാണ് പ്രധാന കാരണം. അവരുടെ മനസ്സിൽ ഇത് കമ്മ്യൂണിസം അടിയുറച്ചു പോയി. നോക്കൂ, എന്റെ വീട്ടിൽ എന്റെ അമ്മ CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ട അവിടെ കുത്തു. അതവരുടെ മനസ്സിൽ അടിയുറച്ചു പോയൊരു സാധനമാണ്. അവരൊരു പക്ഷേ മാറ്റി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കായിരിക്കും, ഞാൻ മത്സരിച്ചപ്പോഴായിരിക്കും, ഞാൻ ഇലക്ഷൻ മത്സരിച്ച ആളാ, ഞാൻ മത്സരിച്ചപ്പോഴായിരിക്കും വോട്ട് ചെയ്തത്. ചിലപ്പോ എനിക്ക് അതും എനിക്ക് ഉറപ്പില്ല എനിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അമ്മ എന്ന നിലയിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. എന്റെ അച്ഛന്റെ പെങ്ങള് കൈ ആര് നിൽക്കുന്നു എന്നുള്ളതല്ല, കൈ ഇന്ദിരാഗാന്ധിക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധി മരിച്ചിട്ട് കാലങ്ങളെ, പക്ഷേ ആ കൈ ചിലരങ്ങനെയാണ്. എന്റെ അമ്മയുടെ സഹോദരനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെ നിശ്ചയിക്കുന്നു, ഞാൻ പാർട്ടി പ്രവർത്തകൻ, വലിയ സജീവ പാർട്ടി പ്രവർത്തകനായിട്ടൊന്നുമല്ല, ഞാൻ മത്സരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആദർശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി പറയുന്നു. എനിക്ക് സീറ്റ് കൺഫേമായി. ഞാൻ എൻ്റെ അമ്മാവനെ വിളിക്കുക. അമ്മാവൻ CPM-ന്റെ വലിയ മരണപ്പെട്ടു പോയി കഴിഞ്ഞ മാസം. അമ്മാവനെ വിളിച്ചിട്ട് പറഞ്ഞു, മാമ ഞാൻ സ്ഥാനാർത്ഥിയാണ്. എടുത്ത വയലെ പുള്ളിയുടെ ചോദ്യം, ഏത് പാർട്ടി? ഞാൻ പറഞ്ഞ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആരാ CPM-ന്റെ സ്ഥാനാർത്ഥി? ഞാൻ പറഞ്ഞത് അതിൻ്റെ ആളാണ്. അവൻ പറയാം, പുള്ളി എത്ര വോട്ടിന് ജയിക്കും? അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാം, ഒരു 1000 വോട്ടിന് ജയിക്കുമായിരിക്കും. അത് മതി. അതായത് സ്വന്തം സഹോദരിയുടെ മകൻ മത്സരിക്കുമ്പോഴും അമ്മ പറയുന്ന പാർട്ടി എത്ര വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരു ബന്ധുവിൻ്റെ സ്നേഹത്തെക്കാൾ കൂടുതൽ പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കന്മാരുള്ള മണ്ണാണ് കൊല്ലം. ആ കൊല്ലത്താണ് ഇത് നടക്കുന്നതെങ്കിൽ ആ പാർട്ടിക്കാരുടെ വികാരമാണ്. ഈ വികാരം ഏറ്റെടുക്കാനെങ്കിലും പിണറായിയും MV ഗോവിന്ദൻ മാഷും തയ്യാറാകണം. ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകില്ല. എന്താണ് ഈ പാർട്ടിയുടെ അവസ്ഥ വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും.